ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 27 വ്യാഴാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് ചിന്തിക്കുവാനായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7 അധ്യായം 21 മുതൽ 29 വരെയുള്ള വചനഭാഗമാണ്. മുഖംമൂടിയിലല്ല അകംമൂടിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഈശോനാഥനെ ഇന്നത്തെ വചനത്തിൽ നാം കണ്ടുമുട്ടും. കർത്താവേ കർത്താവേ എന്ന് പുറത്തു വിളിക്കുന്നതിലല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം പേറുന്നതിൽ എൻ്റെ ഈശോ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചുവോ അതുപോലൊരു ഉള്ള് ഉണ്ടാക്കുന്നതിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുവാൻ പരിശ്രമിക്കുക. ഒരു രാജാവ് തൻ്റെ രാജവീതിയിൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചു. ആരെങ്കിലും കല്ലുരുട്ടി മാറ്റി രാജവീതിയിലെ തടസ്സം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു അത്. നിരീക്ഷകരെയും വെച്ചു. ആ വഴി കടന്നുപോയ മിക്കവരും ആ കല്ലിനെ ശപിച്ചു. ആ കല്ലുരുട്ടി യാത്ര സുഗമമാക്കുവാൻ ശ്രമിക്കാതെ ഭരണവർഗത്തെ അവർ ശപിച്ചു. അവസാനം ഒരു സാധു കർഷകൻ അതുവഴി വരുവാനിടയായി. അയാൾ വളരെ പണിപ്പെട്ട് ആ കല്ലുരുട്ടി വഴിയുടെ അടുത്തുള്ള ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ആ കല്ലിരുന്ന സ്ഥാനത്ത് ഒരു സഞ്ചി കണ്ടു, കൂടെ ഒരു കുറിപ്പും. ശ്രമസാധ്യമായ ഇക്കാര്യം ചെയ്യുന്ന ആൾക്ക് രാജാവ് നൽകുന്ന സമ്മാനം. നമ്മുടെ വഴിയിലെ പ്രതിസന്ധികൾ മറികടക്കുമ്പോഴല്ല, അവ നീക്കം ചെയ്ത് പിന്നാലെ വരുന്നവർക്ക് ആ വഴി സുഗമമാക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. വാക്കിലല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ പഠിപ്പിച്ചത് ജീവിച്ച് കാണിക്കുക. ഒരു സന്യാസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജനിച്ചതെല്ലാം മരിക്കും, ഒരുമിച്ച് കൂട്ടിയതെല്ലാം ചിതറിപ്പോകും, നേടിവെച്ചത് ഇല്ലാതാകും, കെട്ടിപ്പടുത്തിയതൊക്കെ തകർന്നു വീഴും. എന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ഈ നിത്യം നിലനിൽക്കുന്ന വചനത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബലമുള്ളതാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും അവർ വീണുപോകുകയില്ല. ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെ വീണുപോകും. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതികളാണ്. വിവേകമതികളായി നമുക്ക് ജീവിക്കാം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 4 അധ്യായം 8 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തും: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നാം വളർത്തിയെടുക്കേണ്ടത് ഭക്തി പ്രകടനങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് അവിടുത്തെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും വീണുപോകുകയില്ല. യെശയ്യാ ദർശനം: കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.